ഇന്ന് നമുക്ക് ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയും വെയിറ്റ് ലോസിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാലോ. അപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ഡെലിവറി സമയത്ത് ഈ ഒരു വെയിറ്റ് ആയിരുന്നു കേട്ടോ. 80 കിലോ ആയിരുന്നു. 80 കിലോൻ്റെ കറക്റ്റായിരുന്നു, ആ ഒരു വെയിറ്റ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് വരുന്ന വെയിറ്റ് 57 കിലോനാട്ടോ. അപ്പം ഞാൻ വെയിറ്റ് കുറച്ചിട്ടാണ് ജിമ്മിൽ പോയത്. പിന്നെ എൻ്റെ ബോഡി കംപ്ലീറ്റ് ഇങ്ങനെ എന്താ പറയുക, ഫാറ്റ് ലോസ് പ്ലസ് മസിൽ ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഒന്ന് സെറ്റാക്കണമായിരുന്നു. ഞാൻ വീട്ടിൽ വർക്കൗട്ട് ചെയ്യാറുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ പ്രോപ്പർ വർക്കൗട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജിമ്മിൽ ഒരു 8 months ആയിട്ട് ജിമ്മിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ലൊരു വ്യത്യാസം എനിക്കുണ്ട്, നല്ല പ്രോഗ്രസ് ഉണ്ട് ബോഡിക്ക്. അതുപോലെ തന്നെ ഒപ്പം ഡയറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ എല്ലാ ഫുഡൊന്നും അങ്ങനെ ഒഴിവാക്കാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കാലറി നമ്മൾ ട്രാക്ക് ചെയ്തിട്ടാണ് കഴിക്കാറ്. പിന്നെ ഞാൻ എൻ്റെ വേ പ്രോട്ടീൻ എടുക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലിപ്പാണ്. ഞാൻ ഇന്ന് എടുത്തത്, എനിക്ക് വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തത് മാത്രം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. അതാണ് ഡ്രസ് ചേഞ്ച്. കഴിഞ്ഞ ദിവസം ജിമ്മിന് പോയിട്ട് ഡ്രസ്സ് ആട്ടത്. ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ ക്ലിപ്പ് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വന്നിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മൂത്തിയാണ്. നില സെർപ്സിൻ്റെ ക്രീമി അവക്കാഡോ സ്മൂത്തിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഞാനും ഇവിടെ ഹസ്ബൻഡ് ജിമ്മിന് പോയിട്ട് ഹസ്ബൻഡാണെങ്കിലും ഇത് കഴിച്ചാൽ കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ് നന്നായിട്ട് ഫില്ലാവും. ഒപ്പം തന്നെ നമുക്ക് ഹെയറിനും സ്കിന്നിനും ബോഡിക്കൊക്കെ ബെനിഫിറ്റുള്ള നട്ട്സും സീഡ്സും ഫ്രൂട്ട്സും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ DM ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ വന്നിട്ട് നമ്മുടെ ഉച്ചക്കലത്തെ എൻ്റെ മെയിൻ ഫുഡ് ഉച്ചക്കലത്തെ ഫുഡാട്ടോ. അതിൽ ഞാൻ ഫൈബറും പ്രോട്ടീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. ജസ്റ്റ് ഒരു സ്പൂൺ, അതായത് ഒരു തവി നമ്മുടെ ബ്രൗൺ റൈസ് ആഡ് ചെയ്യും കേട്ടോ. പിന്നെ ഇന്നത്തെ എനിക്കൊരു ചീറ്റ് മീൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ പറയാട്ടോ എന്താണെന്നുള്ളത്. പിന്നെ ഇത് നമുക്ക് നമ്മുടെ സ്കിമ്മിഡ് മിൽക്കിലേതാട്ടോ, അതായത് കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ളത്. പിന്നെ മധുരമില്ല കേട്ടോ. പിന്നെ വന്നിട്ട് ഇതാണ് എൻ്റെ ചീറ്റ് മീൽ എന്ന് പറഞ്ഞത്, നമ്മുടെ തേങ്ങാബെന്ന്. ഇതിപ്പോൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ട്, വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിച്ചതാണ്. അതൊരു പീസും ബാക്കി ഉണ്ടായിരുന്നു, ആർക്കും വേണ്ടായിരുന്നു. അപ്പോൾ ഞാനെടുത്ത് കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഡിന്നർ കഴിഞ്ഞു കേട്ടോ. എനിക്ക് വിശപ്പ് നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ ഡിന്നറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത്യാവശ്യം സെറ്റായിട്ടുണ്ടായിരുന്നു വയറ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. പിന്നെ എന്നും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. ബൈ.